സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 2026 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 80ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ഈ വർഷം ആഘോഷിക്കുന്നത് കേട്ടോ. നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറമെന്താണ്? ഉത്തരം നീല. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിനം 1948 ജനുവരി 30. സാരേ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇഖ്ബാൽ. കേരള സിംഹം എന്നറിയപ്പെടുന്നതാര്? ഉത്തരം പഴശ്ശിരാജ. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 മാർച്ച് 12. മലബാർ കലാപം നടന്ന വർഷം? ഉത്തരം 1921. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ഉത്തരം ജനറൽ ഡയർ. ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പുകുറുക്കി സമരം നടത്തിയത്? ഉത്തരം ദണ്ഡി കടപ്പുറം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കെ കേളപ്പൻ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരം അംശി നാരായണ പിള്ള. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇൻഖുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ഇന്ത്യയുടെ തലസ്ഥാനം? ഉത്തരം ന്യൂഡൽഹി. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 14. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഗുജറാത്തിൽ. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം? ഉത്തരം 1920. ഗാന്ധിജിയെ
വെടിവെച്ച് കൊന്നത് ആരാണ്? ഉത്തരം നാഥൂറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ട്. അന്താരാഷ്ട്ര അഹിംസാ ദിനം. ഉത്തരം ഒക്ടോബർ 2. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്.